ഉപഭോക്താവ് വഞ്ചിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. ഇക്കാര്യത്തിൽ നീതി തേടുന്ന ഇടമാണ് ഉപഭോക്തൃ കോടതികൾ. അവ എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താറുണ്ടോ? വാങ്ങിയ സാധനത്തിന്റെ കേടുപാടുകൾക്ക്, സേവനങ്ങളുടെ പോരായ്മകൾക്ക് തുടങ്ങിയവയ്ക്കെല്ലാം ഉപഭോക്തൃ ഫോറങ്ങളിൽ പരാതി നൽകാനും നഷ്ടപരിഹാരം തേടാനും സാധിക്കുമെങ്കിലും സമയമില്ലായ്മയും നൂലാമാലകളെക്കുറിച്ചുള്ള തലവേദനയുമാണ് പൊതുവെ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം. എങ്ങനെയാണ് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങളിൽ പരാതി കൊടുക്കുന്നത് എന്നറിയാമോ? മിക്ക കേസുകളിലും അഭിഭാഷകന്റെ സഹായം വേണമെന്നില്ല. സമർത്ഥമായി കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മൂല്യത്തെ ആശ്രയിച്ചാണ് ഉപഭോക്തൃ പരാതി എവിടെ ഫയൽ ചെയ്യണമെന്നത് നിശ്ചയിക്കുന്നത്. ഉൽപ്പന്നത്തിന് 50 ലക്ഷം രൂപ വരെ മൂല്യമുണ്ടെങ്കിൽ ജില്ലാ കമ്മീഷനിലും, 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ മൂല്യമുണ്ടെങ്കിൽ സംസ്ഥാന കമ്മീഷനിലും, 2 കോടി രൂപയിൽ കൂടുതലുള്ള തുകയ്ക്ക് ദേശീയ കമ്മീഷനിലുമാണ് പരാതി ഫയൽ ചെയ്യേണ്ടത്. വിൽപ്പനക്കാരൻ പ്രവർത്തിക്കുന്ന പ്രദേശപരിധിയിലോ ഉപഭോക്താവ് താമസിക്കുന്നിടത്തോ ഉള്ള കോടതികളിലാണ് പരാതികൾ ഫയൽ ചെയ്യേണ്ടത്. ബില്ലുകളുടെ പകർപ്പുകൾ, വാറന്റി കാർഡുകൾ, വിൽപ്പനക്കാരനുമായുള്ള രേഖാമൂലമുള്ള ആശയവിനിമയം, വാങ്ങിയതിന്റെ തെളിവ്, വിശദമായ പരാതിക്കത്ത് തുടങ്ങിയ രേഖകൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമാണ്. രേഖകളിൽ നിങ്ങളുടെ പരാതിയെ പിന്തുണയ്ക്കുന്നതിനുള്ള ന്യൂനതയോ പോരായ്മയോ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഉൽപ്പന്ന പരിശോധന ആവശ്യമില്ലെങ്കിൽ ജില്ലാതല കേസുകൾ 3 മാസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ആവശ്യമെങ്കിൽ 5 മാസം വരെ എടുക്കാമെന്നും ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുശാസിക്കുന്നു. അതേസമയം കേസിന്റെ സങ്കീർണതയനുസരിച്ച് കമ്മീഷനുകൾ ചിലപ്പോൾ കൂടുതൽ സമയമെടുത്തേക്കാം.